ഫോട്ടോയിൽ നഷ്ടപ്പെട്ടു പോയ ഭാഗം AI ഉപയോഗിച്ച് റീക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൂളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പരിചയപ്പെടുത്തുന്നത്. ഈ ടൂൾ ഉപയോഗിച്ച് നമുക്ക് പോർട്രേറ്റ് മോഡിലുള്ള ഫോട്ടോ ലാൻഡ്സ്കേപ്പ് മോഡിലേക്ക് മാറ്റാം, ലാൻഡ്സ്കേപ്പിലുള്ള ഒരു ഫോട്ടോ പോർട്രേറ്റ് മോഡിലേക്ക് മാറ്റാം. അതുകൊണ്ട് തന്നെ ചില ഫോട്ടോകൾ നമ്മൾ ചില ഭാഗങ്ങൾ മിസ്സായത് കൊണ്ട് തന്നെ നമുക്ക് പ്രൊഫൈൽ പിക്ചർ വെക്കാനോ സ്റ്റാറ്റസ് വെക്കാനോ അല്ല മറ്റ് എഡിറ്റിങ്ങിനായിട്ടൊന്നും നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കാതെ വരാറില്ലേ. അത്തരം ഘട്ടങ്ങളിൽ ആ ഫോട്ടോയിൽ എന്താണോ മിസ്സായിട്ടുള്ളത്, ഇപ്പോൾ കൈയുടെ ഒരു ഭാഗമാണെങ്കിലും കാലിൻ്റെ താഴോട്ടാണെങ്കിലും അല്ല നമ്മൾ നിൽക്കുന്ന ബാക്ക്ഗ്രൗണ്ടിലെ മറ്റു വസ്തുക്കളാണെങ്കിലും ഇതൊക്കെ ഇതിൻ്റെ AI നമുക്ക് വീണ്ടും ജനറേറ്റ് ചെയ്ത് തരും. അതുകൊണ്ട് തന്നെ ഫോട്ടോയിൽ മിസ്സായ എല്ലാ ഭാഗങ്ങളും റീക്രിയേറ്റ് ചെയ്യുകയും നമുക്ക് ആ ഫോട്ടോ എന്തിനു വേണ്ടിയിട്ട് ഏത് സൈസിലാണ് വേണ്ടത് അത് റീക്രിയേറ്റ് ചെയ്തെടുക്കാനും സാധിക്കുന്നതാണ്. അപ്പോൾ ഇതിനായി സഹായിക്കുന്ന AI ടൂൾ എവിടെ കിട്ടും, ഇത് എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെ വീഡിയോയിൽ പറഞ്ഞു തരാം. ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ലിങ്ക് ഉണ്ടാവും. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഇതുപോലൊരു വെബ്സൈറ്റാണ് ഓണായി കിട്ടുക. വളരെ സാവധാനത്തിൽ താഴേക്ക് സ്ക്രോൾ ചെയ്ത് പോയാൽ മതി, കാരണം അപ്പോഴേക്കേ ലിങ്ക് ലോഡാവുകയുള്ളൂ. ഇപ്പോൾ ലിങ്ക് ലോഡാകുന്ന പ്രശ്നമുണ്ട്, അതുകൊണ്ടാണ് പറയുന്നത്. 10 സെക്കൻഡ് എടുത്ത് നിങ്ങൾ താഴേക്ക് എത്തിയാൽ മതി. അങ്ങനെ വളരെ സാവധാനത്തിൽ താഴേക്ക് സ്ക്രോൾ ചെയ്താൽ നിങ്ങൾക്കിവിടെ ക്ലിക്ക് ഹിയർ ഫോർ ദി വെബ്സൈറ്റ് ലിങ്ക് എന്ന് പറയുന്ന ഒരു ബട്ടൺ കാണാം. നിങ്ങൾ അതിലേക്കൊന്ന് ക്ലിക്ക് ചെയ്യാം. ഈ വെബ്സൈറ്റിൽ നിങ്ങൾ ലോഗിൻ ചെയ്യുകയോ സൈൻ ഇൻ ചെയ്യുകയോ അങ്ങനെയുള്ള പരിപാടിയൊന്നും വേണ്ട. അതുമാത്രമല്ല ഇത് 100% ഫ്രീ ആണ്. പിന്നെ എത്ര ഇമേജ് ഒരു ദിവസം ജനറേറ്റ് ചെയ്യാമെന്നുള്ള ഡീറ്റെയിൽസ് ഒന്നും ഇതിൽ എഴുതിയിട്ടില്ല. ഞാൻ ഒരുപാട് ക്രിയേറ്റ് ചെയ്ത് നോക്കി, എല്ലാം സക്സസ്ഫുള്ളായിട്ട് വർക്ക് ചെയ്യുന്നു. അതുപോലെ ഞെട്ടിക്കുന്ന ഔട്ട്പുട്ടാണ് ഇത് നൽകുന്നത്. ഇനി ഞാൻ ജസ്റ്റ് ഇതിലൊന്ന് ഒരു ചിത്രം അപ്ലോഡ് ചെയ്തിട്ട് കാണിച്ചു തരാം. ഞാനിവിടെ അപ്ലോഡ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് എനിക്ക് ഗാലറി ഓപ്പൺ ആയിട്ടുണ്ട്. ഞാനിപ്പോൾ പൃഥ്വിരാജിൻ്റെ ഈ ചിത്രമാണ് എഡിറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഈ ചിത്രം നിങ്ങൾക്ക് കാണാം, പൃഥ്വിരാജിൻ്റെ ഇടതുഭാഗത്തുള്ള ആ കൈ മുഴുവനായിട്ട് ലഭിച്ചിട്ടില്ല. അതുപോലെ തന്നെ വലതുഭാഗത്ത് ഷോൾഡർ തന്നെ കാണുന്നില്ല, ആ ഭാഗത്ത് ഒരുപാട് കുറവുണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ സ്ക്വയർ എന്ന് പറയുന്ന ഓപ്ഷനാണ് ഇവിടെ ക്ലിക്ക് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കാണാം 2 സൈഡ് ബ്ലാക്ക് വന്നിട്ട്. ഇനി നമുക്ക് ഇതിന് താഴത്തെ പല സൈസ് ഉണ്ട്, നമുക്ക് എങ്ങനെയാണ് വേണ്ടത് അത് ഇതിൽ നിന്ന് സെലക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഇതിൽ ഒരുപാട് സൈസ് ഉണ്ട്. എനിക്കിപ്പോൾ സ്ക്വയർ ആണ് ആവശ്യം, ഞാൻ സ്ക്വയർ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇനി പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മളെ ഇമേജിൻ്റെ സൈസാണ്. ഇമേജിൻ്റെ ഏത് ഭാഗത്ത് കൂടുതൽ വേണം, ഏത് ഭാഗത്ത് കുറവ് വേണം, അതിനനുസരിച്ച് ചിത്രം അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് കൊടുക്കണം. ഇനി താഴെയുള്ള ജനറേറ്റ് എന്ന ബട്ടൺ ഞാൻ ക്ലിക്ക് ചെയ്യുകയാണ്. നിങ്ങൾക്കൊരു അത്ഭുതം തന്നെ കാണാം. ഓക്കെ, നിങ്ങൾക്ക് കാണാം എനിക്ക് ആ കൈ മുഴുവനായിട്ട് തന്നെ ജനറേറ്റ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഷോൾഡർ വന്നത് കണ്ടോ നിങ്ങൾ. ഇതുപോലെ വളരെ വൃത്തിയായിട്ട് നമുക്ക് AI ജനറേറ്റ് ചെയ്ത് തരുന്നതാണ്. ഓക്കെ, ഞാൻ ഇനി അടുത്ത ചിത്രം ജനറേറ്റ് ചെയ്യുകയാണ്. അതിന് വേണ്ടിയിട്ട് അപ്ലോഡ് ഇമേജ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്നു. ഇനി ലാലേട്ടൻ്റെയും മമ്മൂക്കയുടെയും ഈ ചിത്രമാണ് ഞാൻ റീസൈസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇവിടെ ഓൾറെഡി അത് സ്ക്വയറിലാണുള്ളത്. ഞാൻ മറ്റൊരു സൈസിലേക്ക് ഇത് കൺവേർട്ട് ചെയ്യുകയാണ്. ഞാനിപ്പോൾ ഈ സൈസിലേക്കാണ് ജനറേറ്റ് ചെയ്യുന്നത്. അതായത് ലാലേട്ടൻ്റെ കുറച്ച് കൈ കിട്ടാനുണ്ട്, ലാലേട്ടൻ്റെ ചെറിയൊരു ഭാഗം നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഓക്കെ, ഇത്രയും ഭാഗം ഞാൻ ജനറേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുകയാണ്. ഇനി ഇവിടെ താഴെ ജനറേറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം, അതിലേക്ക് ഞാൻ ക്ലിക്ക് ചെയ്യുകയാണ്. അല്പനേരം വെയിറ്റ് ചെയ്യുക. നമ്മൾ എത്രത്തോളം ജനറേറ്റ് ചെയ്യാൻ സ്പേസ് കൊടുക്കുന്നോ അത്രത്തോളം സമയമെടുക്കും. ഇപ്പം നിങ്ങൾക്ക് കാണാം ലാലേട്ടൻ്റെ ആ കൈയുടെ ബാക്കി ഭാഗം ലഭിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ബാക്ക്ഗ്രൗണ്ടും എനിക്ക് അതിനനുസരിച്ച് കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് ഫോട്ടോകൾ വളരെ സിമ്പിളായിട്ട് തന്നെ ഇതിൽ നിന്ന് റീസൈസ് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. നമ്മുടെ ഫോട്ടോയിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ ഭാഗങ്ങളൊക്കെ ഇത് റീക്രിയേറ്റ് ചെയ്ത് തരും. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഒരുപാട് സുഹൃത്തുക്കൾക്ക് ഉപകാരപ്പെടും, ദയവായി ഷെയർ ചെയ്യുക. ഇതുപോലെയുള്ള വീഡിയോകൾ ദിവസേന ലഭിക്കാൻ FTM ക്രിയേഷൻ്റെ ഫേസ്ബുക്ക് പേജും യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബും ഫോളോയും ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണാം. അതുവരേക്കും ഗുഡ് ബൈ.